അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിലാണ് നാമൊക്കെ ഉള്ളത്. വിശുദ്ധ റബീഇൻ്റെ ആദ്യ ദിനത്തിലാണ് നാം ഉള്ളത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഏതൊരു മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളവും അത്യാവശ്യമായിട്ടുള്ളതാണ്. അവൻ്റെ ഈമാൻ്റെ പരിപൂർണത എന്നുള്ളത് അത് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ മനസ്സ വച കർമ്മണ സ്നേഹിക്കൽ കൊണ്ടാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. വിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, നിങ്ങളിൽ നിന്ന് ആരും പരിപൂർണ മുഅ്മിനാകുകയില്ല. സ്വന്തത്തെക്കാളും സ്വന്തം ഭാര്യ സന്താനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും ഇഷ്ടജനങ്ങളെക്കാളും അവനിക്ക് ഞാൻ അവനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവുന്നത് വരെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവുമൊക്കെ ഹബീബുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തതായിരിക്കണം. റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നതായിരിക്കണം. ആ ഹബീബിൻ്റെ ജീവിതചര്യ ജീവിതത്തിൽ പകർത്തുന്നതായിരിക്കണം. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ വഴിപ്പെടണമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വഴിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മനസ്സറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നതായ, പഠിപ്പിച്ചു തന്നതായ, നമ്മൾക്ക് വേണ്ടി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സംവിധാനിച്ചതായ ഈ ശരീഅത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യഥാർത്ഥ മുഅ്മിനായിട്ട് മുത്തഖിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. യഥാർത്ഥ മുത്തഖീങ്ങളെയാണ് അള്ളാഹുവിൻ്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബിനെ എങ്ങനെയാണ് വഴിപ്പെടുക? ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം. ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ മാത്രമേ അയാൾ പറയുന്നതും അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ കൽപ്പനകളും നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് ആ ഒരു കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തുമ്പോൾ ഒരു സുഖവും സന്തോഷവും റാഹത്തും ഉണ്ടാവുകയുള്ളൂ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ് നാം സ്നേഹിക്കേണ്ടത്. അതാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും ഇഷ്ടജനങ്ങളെക്കാളും എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന്. അതായിരുന്നു നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ മഹാരഥന്മാർ നമുക്ക് കാണിച്ചു തന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി തങ്ങളുടെ ഈരടികളിലൂടെ നമുക്ക് അതാണ് കാണുന്നത്. അവർക്ക് മുമ്പേ പോയ താബീങ്ങളുടെ ജീവിതവും നമുക്ക് അത് തന്നെയാണ് കാണിച്ചു തരുന്നത്. ബഹുമാനപ്പെട്ട താബീങ്ങളുടെ നേതാവായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നു. അള്ളാഹിൻ്റെ ഹബീബ് തിരിച്ചും ഇഷ്ടം വെച്ചു, പക്ഷെ കാണാൻ സാധിച്ചില്ല. ആ ഹബീബിനോടുള്ള അനുരാഗത്തിലായി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാമൊക്കെ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വലിയ മകുടോദാഹരണങ്ങളായിരുന്നു.
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സ്നേഹത്തിനേക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ മക്കയിൽ നിന്ന് ഖുറൈശികൾ ആട്ടി ഓടിക്കാൻ വേണ്ടി അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും അവർ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോവാൻ ഉദ്ദേശിക്കുകയാണ്. അവിടുന്ന് അബൂബക്കറിനോട് പോയിട്ട് കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് അസ്സുഹ്ബത്തു യാ റസൂലല്ലാഹ്, നബിയെ ഞാനും അങ്ങയുടെ കൂടെ ഉണ്ടാവട്ടെ എന്നുള്ള ആ ഒരു ചിന്ത, ആ ഏത് അസന്നക്ത ഘട്ടത്തിലും ഹബീബിന് താങ്ങും തണലുമായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ആ ഒരു സ്നേഹം, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹം, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വിയോഗാനന്തരം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ